സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. കോളേജ് വിട്ട് വീട്ടിലെത്തിയപ്പോൾ വിന്ദാര അമ്മയെ സമീപിച്ച് അടക്കം പറഞ്ഞു. ഇവിടെ ഒരാൾ 17-14 ലോകത്തോടും പിണങ്ങി ഇരിക്കുക. ഇന്ന് കോളേജിൽ പോയിട്ടില്ല ഇല്ലേ? ശ്രീലക്ഷ്മിയുടെ പുരുകം ചുളിഞ്ഞു. ഞാൻ അവളുടെ ലഞ്ച് കൂടി പാക്ക് ചെയ്തിട്ടാണല്ലോ ഓഫീസിലേക്ക് പോയത്. അതൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, തൊട്ടിട്ട് കൂടിയില്ല. എന്താ കാര്യം? എനിക്കറിയില്ല. ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഒരു ചുഴലിക്കാറ്റടിച്ചതുപോലുണ്ട് അവളുടെ റൂമും സുന്ദരമായ മോന്തയുമെല്ലാം. നീ അവളോട് വഴക്കിട്ട് കാണും. പിന്നെ എനിക്ക് വേറെ ജോലിയില്ലേ? നിനക്ക് ചോദിച്ചുകൂടായിരുന്നോ? എനിക്കെന്താ അത്യാവശ്യം? രാവിലത്തെ വഴക്ക് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. അവളൊന്നും കഴിച്ചുമില്ലേ? ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ? എനിക്ക് തോന്നുന്നത് രാവിലത്തെ ഫ്രസ്ട്രേഷൻ കണ്ടിന്യൂ ചെയ്യുവാണെന്നാ. മറ്റേ കക്ഷി ഇതുവരെ ഫോൺ അറ്റൻഡ് ചെയ്ത് കാണില്ല. നീ പോയിരുന്ന് പഠിക്ക്, ഇതിലൊന്നും ഇടപെടണ്ട. ന്യൂസ് തരാൻ ഞാൻ വേണം. അത് കഴിയുമ്പോൾ കറിവേപ്പില. വിന്ദാര പിറുപിറുത്തു. ശ്രീലക്ഷ്മി ബെഡ്റൂമിലേക്ക് ചെന്നു. രാജഗോപാൽ ഡ്രസ് മാറി ഒരു മുണ്ട് എടുത്ത് ഉടുക്കുകയായിരുന്നു. ആ AC-യുടെ സ്വിച്ചിട്ടേക്ക്, എന്താ ചൂട്, അയാൾ ഭാര്യയോട് പറഞ്ഞു. ശ്രീലക്ഷ്മി അങ്ങനെ ചെയ്തിട്ട് എളിക്ക് കൈയൊന്നി നിന്ന് പറഞ്ഞു, രാജേട്ടാ, നമ്മൾ വിചാരിച്ച പോലെയല്ല, സംഗതി അല്പം സീരിയസാ. മനസ്സിലായി. എന്തു മനസ്സിലായി എന്നാ? അല്ല, ഇന്ന് കോളേജിൽ പോയിട്ടില്ല, ഒരു വക കഴിച്ചിട്ടില്ല. അത് മനസ്സിലായെന്നാ പറഞ്ഞത്. രാജഗോപാൽ വാച്ചഴിച്ച് മേശപ്പുറത്ത് വെച്ചു. ജഡ്ജി ഏമാൻ മകനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കാണും. അവൻ അപ്പോഴേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇതൊക്കെ രാജേട്ടന് എങ്ങനെ അറിയാം? ഇന്നലെ രാത്രി അവർ തമ്മിൽ ചാറ്റിങ്ങും വീഡിയോ കോളും ചിരിയും ഒക്കെയായിട്ട് സന്തോഷത്തിലായിരുന്നല്ലോ. കാരണം അവൻ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജാതകമൊന്നും അവന് പ്രശ്നമല്ലെന്ന് കണ്ടപ്പോൾ ജഡ്ജി അദ്ദേഹം സംഭവം പൊട്ടിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവൻ ഇനി അത് അല്ലിയോട് പറയില്ലേ? നീ ആ വാതിലടച്ചേക്ക്. ശ്രീലക്ഷ്മി ചെന്ന് വാതിലടച്ച് ബോൾട്ടിട്ടു. സന്ദീപിനെ രക്ഷപ്പെടാൻ ഇനി അതല്ലേ ഉള്ളൂ വഴി. അല്ലാതെ അവളുടെ ചോദ്യങ്ങൾക്ക് അവൻ എന്ത് സമാധാനം പറയും? അല്ലിമോൾ അറിഞ്ഞാലത്തെ അവസ്ഥ രാജേട്ടനൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവൾക്ക് ആ ഷോക്ക് താങ്ങാൻ പറ്റുമോ? നമുക്കോ, ബിന്ദുവിനും വിശാഖിനുമോ എല്ലാം പ്രശ്നമല്ലേ? ഇനി അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല ലക്ഷ്മി. നമ്മളായിട്ടുണ്ടാക്കിയ പ്രോബ്ലം അല്ലല്ലോ. വാസ്തവത്തിൽ അല്ലിമോൾ തന്നെയല്ലേ ഉത്തരവാദി. അവളുടെ കുറ്റമാണോ? ആ സുധാകരൻ സാറിൻ്റെ ഹൗസ് വാമിങ്ങിന് അവളെ കൊണ്ടുപോകേണ്ടായിരുന്നു. അങ്ങനല്ലേ അവൻ അവളെ കണ്ടത്? എന്നിട്ടും അവൾ റിജക്റ്റ് ചെയ്തതാ. അപ്പോഴാ ഒരിക്കലും ഉണ്ടാകാത്ത മാതിരി ഒരു പ്രളയം. പിന്നെ അവൻ തന്നെയല്ലേ അവളുടെ പുറകെ കൂടിയത്. അവളാണോ? അവൾ ഒരൊറ്റ നോ പറഞ്ഞാൽ മതിയായിരുന്നു. അത് ചെയ്തില്ല. അതിൻ്റെ ഭവിഷ്യത്താ ഇപ്പോൾ അനുഭവിക്കുന്നത്. എൻ്റെ രാജേട്ടാ, 21 വയസ്സല്ലേ ഉള്ളൂ. അവൾക്ക് എന്തറിയാം? അലിയുന്ന മനസ്സല്ലേ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരാനുള്ളത് ഫേസ് ചെയ്തേ പറ്റൂ. ഇതൊരു വിധിയാണെന്ന് കരുതിയാൽ മതി. രാജേട്ടനൊന്നും തോന്നുന്നില്ലേ? തോന്നിയിട്ടെന്താ കാര്യം? പകൽ മുഴുവൻ ഓഫീസിലിരുന്ന് ഇത് തന്നെയായിരുന്നു ആലോചന. ഒരു പെങ്കൊച്ചിനെ 21 കൊല്ലമായിട്ട് വളർത്തിക്കൊണ്ട് വരികയാ, സ്വന്തം കുഞ്ഞിനെ പോലെ. ഒന്നും അറിയിക്കാതെ ഇന്നോ നാളെയോ അവൾ അറിയും നമ്മൾ അവളുടെ അച്ഛനും അമ്മയുമല്ലെന്ന്. ഓർത്താൽ സഹിക്കാൻ പറ്റില്ല. രാജഗോപാലിൻ്റെ സ്വരം തെല്ലൊന്നിടറി. നമുക്ക് എങ്ങനെയും സഹിക്കാൻ രാജേട്ടാ. നമുക്കറിയാമല്ലോ അവൾ നമ്മുടെ സ്വന്തം മകളല്ലെന്ന്. പക്ഷേ അവൾ എങ്ങനെ സഹിക്കും? അവൾക്കൊന്നും അറിയില്ലല്ലോ. അവൻ അത് അവളോട് പറയാതെ മറ്റെന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ എത്ര നന്നായിരുന്നു. നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ഞാൻ പലതവണ ശ്രമിച്ചതാ. അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ത് കഷ്ടമാ അല്ലേ? ഞാൻ അല്ലിമോളുടെ അടുത്തൊന്ന് ചെന്നിട്ട് വരാം. ശ്രീലക്ഷ്മി വാതിൽ തുറന്ന് ഇറങ്ങിപ്പോയി. അല്ലിമ ചുമരും ചാരി വെറും നിലത്ത് കാലിൽ നീട്ടിയിരിക്കുകയായിരുന്നു. കട്ടിലിൻ്റെ കാൽക്കലാണ് ഇരിപ്പ്. അതിനാൽ ഒറ്റ നോട്ടത്തിൽ അവൾ മുറിയിലുണ്ടെന്ന് പോലും തോന്നിക്കില്ലായിരുന്നു. ശ്രീലക്ഷ്മി അവിടെ നോക്കിയിട്ടാണ് അവളെ കണ്ടുപിടിച്ചത്. മുറി അലങ്കോലപ്പെട്ട് കിടക്കുന്നു. തലയിണയും ബെഡ്ഷീറ്റിൻ്റെ പാതിയും ഊർന്നു വീണ തറയിൽ കിടപ്പുണ്ട്. ഒരു തലയിണ അല്ലിമ മടിയിൽ വെച്ചിട്ടുണ്ട്. അതിനു മീതെ ഫോൺ. വിന്ദാര സൂചിപ്പിച്ച പോലെ അത്ര വലിയ ഭൂകമ്പമൊന്നും ആ മുറിയിൽ സംഭവിച്ചിട്ടില്ല. എന്നാൽ അല്ലിമയുടെ മുഖം എത്ര വലിയ കൊടുങ്കാറ്റിനെയും നേരിടും എന്ന ഭാവത്തിലാണ് ഇരിക്കുന്നത്.
ശ്രീലക്ഷ്മി അവളുടെ മുമ്പിൽ ചെന്ന് കോളേജിൽ പോകാതിരുന്നതും ഭക്ഷണം കഴിക്കാത്തതും എന്താണ് നിന്റെ പ്രശ്നം എന്നെല്ലാം ചോദിച്ചു. അല്ലിമ ഒറ്റ വാക്കിലും മൂളിയുമൊക്കെയായി മറുപടി നൽകി. എഴുന്നേറ്റ് വാ, വല്ലതും കഴിക്കേ. ശ്രീലക്ഷ്മി അല്ലിമയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എനിക്കിപ്പം വേണ്ടമ്മേ, ഞാൻ വന്നോളാം. രാവിലെ മുതൽ ഞാൻ ഈ ഫോണുമായിട്ട് ഇരിക്കുകയാണ് ഒരു മറുപടി കിട്ടാൻ. അത് കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് എണീക്കുന്നുള്ളൂ. മോളെ, അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. നമ്മൾ എന്തിനാ വെറുതെ ടെൻഷനാകുന്നേ? അവൻ ഫോൺ ഓൺ ചെയ്തില്ലെങ്കിലോ? എപ്പോഴെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ. അല്ലിമ വീറോടെ പറഞ്ഞു. നീ അത് വിട്ടുകള മോളെ. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കില്ലേ? എന്തുകൊണ്ടാ വിളിക്കാത്തത്? അവർക്ക് വേണ്ടെന്ന് പറയാനുള്ള മടി. വേണമെന്ന് നിർബന്ധം പിടിച്ചവരല്ലേ. വേണ്ടെന്ന് പറയട്ടെ. അവർക്ക് പറയാൻ മനസ്സില്ലെങ്കിലോ? ഞാൻ ചോദിക്കും. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പാതി വഴിക്ക് ഇട്ടിട്ട് പോകുമ്പോൾ പറയാനുള്ള മര്യാദയെങ്കിലും വേണ്ടേ? അല്ലിമ കടംപിടുത്തത്തിലാണെന്ന് ശ്രീലക്ഷ്മിക്ക് ബോധ്യമായി. രണ്ടിലൊന്നറിയാതെ അവൾ പിന്നോട്ടില്ല. ശ്രീലക്ഷ്മി അവളെ തനിയെ വിട്ടിട്ട് ആശങ്കയോടെ ഇറങ്ങിപ്പോന്നു. അല്ലിമ അങ്ങനെ തന്നെ ഇരുന്നു. അവളുടെ ജനാലകളിൽ ഇരുട്ട് വന്ന് നിറഞ്ഞു. വാതിൽ പാതി തുറന്നു കിടന്നതിനാൽ ഹാളിൽ നിന്ന് വെളിച്ചം അരിച്ചെത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ഉൾവിളി ഉണ്ടായിട്ടെന്ന പോലെ അവൾ മൊബൈൽ ഫോൺ എടുത്ത് വീണ്ടും സന്ദീപിന് കോൾ വിട്ടു. ഇത്തവണ റിങ് ചെയ്യുന്നത് കേട്ട് അവൾ തന്നെ ഞെട്ടിപ്പോയി. മറുപടി പറയാനുള്ള ധൈര്യം കിട്ടിയിരിക്കുന്നു എന്നാണ് ഈ റിങ് ചെയ്യലിൻ്റെ അർത്ഥം. എന്ത് മറുപടി? മറുവശത്ത് കോൾ എടുത്തുവെന്ന് അല്ലിമയ്ക്ക് മനസ്സിലായി. പക്ഷേ ശബ്ദമില്ല. സംസാരിക്കാൻ ഭയമാണോ? അതോ വാക്കുകൾ കിട്ടുന്നില്ലേ? സ്വന്തം ശബ്ദം പോലും അപരിചിതമായി തോന്നുന്ന സന്ദർഭങ്ങളുണ്ടെന്ന് ആദ്യത്തെ ഹലോയ്ക്ക് ശേഷം അവൾക്ക് മനസ്സിലായി. മറുവശത്തു നിന്ന് കേട്ടു എന്തൊക്കെയോ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു ഹലോ. ചോദിക്കാനും പറയാനും ഒരുപാടുണ്ട്. ഉരുൾപൊട്ടലിൽ കല്ലും മണ്ണും ചെടിയും തടിയും എല്ലാം കൂടി പാഞ്ഞെത്തുന്നത് പോലെ ഇരമ്പി ആർത്ത് വരികയാണ്. ആദ്യം എന്ത് ചോദിക്കണം, എന്ത് പറയണം എന്ന് വാക്ക് കിട്ടുന്നില്ല. ഹലോ. അവൾ ഒന്നുകൂടി ശബ്ദിച്ചു. ഹലോ. അതേപോലെ തിരിച്ചും വന്നു. മനസ്സിലെ സകല ചോദ്യങ്ങളുടെയും ഉരുൾപൊട്ടലിനെ അല്ലിമ ഒറ്റ ചോദ്യത്തിൽ ഒതുക്കി. എന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചോ? മറുവശത്ത് നിന്ന് ഉത്തരമില്ല. എന്താ മിണ്ടാത്തേ? ആ ചോദ്യം തന്നെ ഏകപക്ഷീയമാ. അതിനൊരു മറുപടി എൻ്റെ കയ്യിലില്ല. എനിക്കിത്രയും അറിഞ്ഞാൽ മതി. ബാക്കിയെല്ലാം എനിക്ക് ഊഹിക്കാൻ പറ്റും. എസ് ഓർ നോ. അല്ലി, വേണ്ട. സ്വാതന്ത്ര്യമൊന്നും വേണ്ട. പറയാനുള്ളത് വെട്ടി തുറന്നങ്ങ് പറഞ്ഞാൽ മതി. കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കുത്തിന് കൊന്നേക്കണം. ശ്വാസം മുട്ടിച്ച് ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് ദയ കാണിക്കണ്ട. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നേ? എൻ്റെ കുറ്റമാണോ? കുറ്റം ഞങ്ങളുടേത് തന്നെയാ. സമ്മതിച്ചു. എനിക്കൊരു മറുപടി കിട്ടിയാൽ മതി. വേറൊന്നും വേണ്ട. ഒറ്റ വാക്ക്. മറുവശത്ത് നിശബ്ദത. നിമിഷങ്ങൾ. ഫോണിലേക്ക് ചുഴലിക്കാറ്റടിച്ചതുപോലൊരു ശക്തമായ ദീർഘനിശ്വാസം. പറഞ്ഞു. എന്നെ നോക്കണ്ട. കണ്ണുമടച്ചു പറഞ്ഞു. അത് പറയാനുള്ള ധൈര്യം കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഫോൺ ഓൺ ചെയ്തത്. വീണ്ടും ഒരു ദീർഘനിശ്വാസം മാത്രം കേട്ടു. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്ക്. ഇന്നലെ രാത്രി പരസ്പരം വാക്കു പറഞ്ഞ് സന്തോഷിച്ച് കിടന്നുറങ്ങിയവരാ നമ്മൾ. രാവിലെ ഞാൻ വിളിച്ചപ്പോൾ സ്വിച്ച്ഡ് ഓഫ്. ആ നേരം മുതൽ ഞാൻ ഈ റൂമിൽ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുക. കോളേജിൽ പോയിട്ടില്ല. ആഹാരം കഴിച്ചിട്ടില്ല. വെള്ളം പോലും കുടിച്ചിട്ടില്ല. രാത്രിയാണോ പകലാണോ എന്നറിയില്ല. ഓരോ 5 മിനിറ്റിലും ഞാൻ കോൾ ചെയ്യുന്നുണ്ട്. അത്രമാത്രമേ എനിക്കറിയൂ. ഞാനിവിടെ സന്തോഷത്തിലിരിക്കുകയാണെന്നാണോ നിന്റെ വിചാരം? ഫോൺ ഓഫ് ചെയ്ത് വെച്ച നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എത്രയാണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഹൃദയമിടിപ്പും ശ്വാസവും എല്ലാം തടഞ്ഞു വെച്ചാൽ പോലും ഇത്രയും വിഷമം ഉണ്ടാവില്ല. സന്ദീപ്, പ്ലീസ് അതങ്ങ് പറഞ്ഞു തീർക്ക്. എന്നെ വേണോ വേണ്ടയോ വിട്ടുകളഞ്ഞോ? അല്ലി, നിനക്കെങ്കിലും എന്നോട് സത്യം തുറന്നു പറയാമായിരുന്നു. നമ്മൾ എത്രമാത്രം അടുത്തവരാണ്. നമ്മൾ എന്തുമാത്രം സംസാരിച്ചു, എന്തുമാത്രം. അപ്പോഴൊന്നും ഒരു സൂചന പോലും തന്നില്ല. ഒരു വാക്ക് എന്നോട് പറയാറുന്നില്ലേ? ജാതകത്തിൻ്റെ കാര്യം അച്ഛൻ എത്ര തവണ ഓർമ്മിപ്പിച്ചു. അപ്പോഴൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ എറണാകുളത്ത് വന്നപ്പോഴെങ്കിലും പറയേണ്ടതായിരുന്നു. അപ്പോഴും പറഞ്ഞില്ല. സമ്മതിച്ചെന്ന് പറഞ്ഞല്ലോ. എല്ലാ കുറ്റവും ഞങ്ങളുടേത് തന്നെ. ഞാനിതേ ചോദിക്കുന്നുള്ളൂ. ഞങ്ങളല്ല ഇതൊന്നും തുടങ്ങി വെച്ചത്. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ നോ പറഞ്ഞ് ഒഴിവാക്കിയതാ. ഈ തീയിലേക്ക് വലിച്ചിട്ടത് സന്ദീപേട്ടനല്ലേ? ഇതിനു വേണ്ടി ഞാൻ എൻ്റെ കരിയർ ഉപേക്ഷിച്ചു. എൻ്റെ അച്ഛനമ്മമാരുടെ സന്തോഷവും അഭിമാനവും ഇല്ലാതാക്കി. ഇപ്പോൾ പാതി വഴിക്ക് എന്നെ ഇട്ടിട്ട് പോകുമ്പോൾ
ഒരു വാക്ക് പറയാനുള്ള ആണത്തം കാണിച്ചില്ല. ഫോൺ പൂട്ടിവെച്ചു. ഇത് ചതിയാണ് സന്ദീപേട്ട. ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് പോയി ദിക്കറിയാത്തിടത്ത് ഇരുട്ടത്ത് നിർത്തിയിട്ട് കടന്നു കളയുന്നത്. ആരാ ചതിക്കാൻ ശ്രമിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നോട് സത്യം പറഞ്ഞില്ല. അച്ഛൻ ചോദിച്ചപ്പോൾ ജാതകമില്ല, ഡേറ്റ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിച്ചു. അച്ഛൻ ജാതകത്തിന് നിർബന്ധിച്ചില്ലെങ്കിൽ ഞങ്ങൾ ചതിക്കപ്പെട്ടേനെ. തൻ്റെ അച്ഛൻ സത്യം തുറന്നു പറയുമായിരുന്നോ? ഒരു ജാതകം ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കുമെന്നോ ഞാനോ പാവം അച്ഛനോ വിചാരിച്ചില്ല. എന്നാലും അച്ഛൻ തന്നെ പറഞ്ഞല്ലോ ജാതകമില്ലെന്ന്. ജാതകം മാത്രമല്ലല്ലോ പ്രശ്നം, പിന്നെന്താണ്? അതില്ലാതെ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. ഇപ്പോഴും താൻ എന്നോട് സത്യം പറയുന്നില്ല, ഒളിച്ചു പിടിച്ച് സംസാരിക്കുക. ഞാൻ എന്താ ഒളിച്ചു പിടിച്ചത്? താൻ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകളല്ലെന്നുള്ളത്. അല്ലിമ ഒരു നിമിഷം അന്തം വിട്ടു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. വിചിത്രമായൊരു തമാശ കേട്ടതുപോലെയാണ് ആദ്യം അവൾക്ക് തോന്നിയത്. സന്ദീപേട്ടൻ എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അലിമയുടെ സ്വരത്തിൽ പരിഹാസ ധ്വനി കലർന്നു. തൻ്റെ അച്ഛനും അമ്മയും തന്നെ അഡോപ്റ്റ് ചെയ്തതാണെന്നുള്ള സത്യം ആദ്യമേ പറയായിരുന്നു. എന്നോടെങ്കിലും ഒന്ന് സൂചിപ്പിക്കാമായിരുന്നു, എല്ലാം മറച്ചു വെച്ചിട്ട്. അല്ലിമ കണ്ണ് ചിമ്മി. രാത്രിയാണ്, സ്വന്തം വീട്ടിലാണ്. അച്ഛനും അമ്മയും സഹോദരങ്ങളും അപ്പുറത്തുണ്ട്. തനിക്ക് സുബോധവുമുണ്ട്. അല്ലിമയുടെ പ്രതികരണം അറിയാൻ ശ്വാസമടക്കി പിടിച്ച് കാത്തു നിൽക്കുകയായിരുന്നു സന്ദീപ്. ഫോണിൽ അറിയാതെ വിരലുകൾ മുറുകി. അപ്പുറത്ത് ശബ്ദമൊന്നുമില്ല. കള്ളം കണ്ടുപിടിക്കപ്പെട്ടതിൻ്റെ ജാള്യത്തിൽ നിൽക്കുകയാണ് അല്ലിമയെന്ന് സന്ദീപിന് തോന്നി. ഹലോ, അവൻ വിളിച്ചു. എന്താ മിണ്ടാത്തത്? ഒന്നും പറയാനില്ലേ? എന്താ പറയേണ്ടതെന്ന് ആലോചിക്കുക ഞാൻ. പരിഹാസധ്വനിയിൽ അലിമയുടെ മറുപടി വന്നു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകളല്ല ഞാൻ. എവിടുന്നോ അഡോപ്റ്റ് ചെയ്യപ്പെട്ട അനാഥയാണ് എന്നുള്ള സത്യം ഞാൻ സന്ദീപേട്ടനോട് പറയാതെ മറച്ചു വെച്ച് എന്നല്ലേ പറഞ്ഞത്? അതെ, അത് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും കൂടി അവിടെ വന്ന് സന്ദീപേട്ടൻ്റെ അച്ഛൻ്റെ അടുത്ത് ആ സത്യം വെളിപ്പെടുത്തിയല്ലേ? അല്ലിമയുടെ ശബ്ദത്തിലെ പരിഹാസത്തിന് മൂർച്ചയേറി. അതെ, എന്താ സംശയം? ഇതൊക്കെ ആരാ സന്ദീപേട്ടനോട് പറഞ്ഞത്? ആദ്യം അമ്മ പറഞ്ഞു, പിന്നെ അച്ഛനും. വലിയ ന്യായാധിപനാണല്ലോ സന്ദീപേട്ടൻ്റെ അച്ഛൻ. ന്യായവും അന്യായവും നോക്കി കുറ്റവാളികൾക്ക് ശിക്ഷ വിധിക്കുകയും നിരപരാധികളെ വെറുതെ വിടുകയും ചെയ്യുന്ന ആൾ. ജാതകത്തിൻ്റെ പേരും പറഞ്ഞ് കല്യാണം മുടക്കാൻ നോക്കിയിട്ട് അത് ഫലിക്കില്ല എന്ന് കണ്ടപ്പോൾ ഇത്രയും വലിയ കള്ളത്തരം ആ മനുഷ്യൻ പറയുന്ന സ്വപ്നത്തെ പോലും കരുതാൻ വയ്യ. ഒരു മിനിമം എത്തിക്സ് ഒക്കെ വേണ്ടേ സന്ദീപേട്ട? ജഡ്ജിയല്ലേ? കഷ്ടമുണ്ട് കേട്ടോ. വേറൊന്നും പറയാനില്ല. വെക്കട്ടെ. സന്ദീപിൻ്റെ തലച്ചോറിൽ തീപ്പൊരികൾ മിന്നി. നിക്ക്, അങ്ങനെ അങ്ങ് വെക്കാൻ വരട്ടെ. എൻ്റെ അച്ഛൻ കള്ളം പറഞ്ഞെന്നോ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട്? എൻ്റെ അച്ഛൻ അത്തരക്കാരനല്ല. നല്ല ഒന്നാന്തരമായിട്ട് എത്തിക്സ് പാലിക്കുന്ന ആളാ. അന്തസ്സും മാന്യതയും വിട്ട് അച്ഛൻ ഒന്നും ചെയ്യാറില്ല. നിങ്ങളാ കള്ളത്തരം പറഞ്ഞ് ചതിക്കാൻ ശ്രമിച്ചത്. ആദ്യം ജാതകം മിസ്സായി പോയിന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ജാതകം എഴുതിച്ചിട്ടില്ലെന്ന്. അത് കഴിഞ്ഞപ്പോൾ ബർത്ത് ഡേറ്റ് തീർച്ചയില്ലാന്ന് പറഞ്ഞു. അതും വിലപ്പോകില്ലെന്ന് കണ്ടപ്പോഴാ സത്യം വെളിപ്പെടുത്തിയത്. നീ ഓർഫണാണെന്നും അഡോപ്റ്റ് ചെയ്തതാണെന്നും സന്ദീപ് വീറോടെ തർക്കിച്ചു. അച്ഛൻ അവിടെ വന്ന് അങ്ങനെ പറഞ്ഞോ? ചോദിച്ചു നോക്ക് നേരിട്ട് തന്നെ. അവിടെ ഇല്ലേ ആള്? എന്നിട്ട് മതി എൻ്റെ അടുത്ത് തർക്കിക്കുന്നത്. ശരി, ഫോൺ ഓഫ് ചെയ്യരുത്. ലൈനിൽ തന്നെ കാണണേ. ഞാൻ എങ്ങോട്ടും ഒളിച്ചോടില്ല, ഇവിടെ തന്നെയുണ്ട്. ഒരു കാര്യം സന്ദീപേട്ടൻ ഉറപ്പിച്ചോ? എൻ്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ഒരു കള്ളം പറയില്ല. കള്ളം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. സത്യം പറഞ്ഞെന്നല്ലേ പറഞ്ഞത്? മകളുടെ കല്യാണം മുടക്കാൻ വേണ്ടി അത്രയും വലിയ കള്ളം പറയുന്നവരാണ് തൻ്റെ അച്ഛനും അമ്മയുമെന്ന് താൻ പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കില്ല. ശരി, വെക്കട്ടെ. അല്ലിമ ക്ഷോഭം അടക്കി പിടിച്ചു. 1 മിനിറ്റ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? വാസ്തവത്തിൽ തനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നോ താൻ അവരുടെ മകളല്ല എന്ന വിവരം? സന്ദീപേട്ട, ഫോൺ വെക്ക്, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞല്ലോ. അവളുടെ ശബ്ദത്തിലെ സ്തോഭവും വിറയലും സന്ദീപിന് മനസ്സിലായി. ലൈൻ ഡിസ്കണക്റ്റ് ആയതോടെ സന്ദീപിനൊരു പിടിവള്ളി നഷ്ടമായതുപോലെ തോന്നി. ഇതുവരെയും അവൻ അവളുടെ കൈവിരലുകളിൽ പിടിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത്. വല്ലാത്തൊരു പരിഭ്രമവും സങ്കടവും മനസ്സിലിരമ്പി. അലിമയ്ക്ക് ശരിക്കും അറിഞ്ഞുകൂടായിരുന്നോ അവൾ ആ അച്ഛനമ്മമാരുടെ മകളല്ലെന്ന്? താൻ പറഞ്ഞിട്ടാണോ അവൾ ആദ്യമായി അറിഞ്ഞത്? അതേപ്പറ്റി ചിന്തിച്ചപ്പോൾ ഒരു ഉൾക്കിടലം തോന്നി. താൻ അത് വെളിപ്പെടുത്തരുതായിരുന്നോ? അത് സത്യമാണെന്ന അറിവ് അവൾക്ക് എത്ര വലിയൊരു ആഘാതമായിരിക്കും. തകർന്നു പോയില്ലേ അവൾ? ഏയ്, അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല. അവൻ
അങ്ങനെ ആശ്വസിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ഉറപ്പ് പോരാഞ്ഞ് അവൻ കോണിപ്പടി ഇറങ്ങി താഴേക്ക് പോയി. അമ്മയും നന്ദനയും കൂടി അത്താഴത്തിൻ്റെ ഉപദംശങ്ങൾ തയ്യാറാക്കുകയാണ്. അമ്മേ, സന്ദീപ് വിളിച്ചു. രാജശ്രീ തല തിരിച്ചു നോക്കി. എന്താ, വിശക്കാൻ തുടങ്ങിയോ? സന്ദീപ് അകത്തേക്ക് വന്നു. അല്ലിമ ആ വീട്ടിലെ മോളല്ലെന്ന വിവരം അവൾക്കറിയില്ലായിരുന്നോ? രാജശ്രീ അമ്പരപ്പോടെ മകനെ നോക്കി. നീ അവളെ വിളിച്ചോ? ഇല്ല, അവൾ എന്നെ വിളിച്ചു. നീ എന്തിനാ ഫോൺ എടുത്തത്? അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ നിന്നോട് അവളോട് സംസാരിക്കേണ്ടെന്ന്? അവളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയണ്ടേ അമ്മേ? നീ പറഞ്ഞോ അവൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും മകളല്ലാത്തത് കൊണ്ടാണ് ജനനതീയതിയും ജാതകവും ഇല്ലാതെ പോയതെന്ന്? അവൾ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു, എന്നെയും അച്ഛനെയും. അവൾക്കറിയാമല്ലോ എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവൾ എന്തു പറഞ്ഞു? നമ്മൾ കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് അവരോട് ചോദിക്കാൻ പോയിരിക്കുന്നു. ഛേ, എന്ത് കഷ്ടമാ! രാജശ്രീ പ്രലപിച്ചു. അവളുടെ അച്ഛൻ ജേട്ടൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നത്രേ, കല്യാണം നടന്നാലും ഇല്ലെങ്കിലും അല്ലിമ ഈ വിവരം അറിയരുതെന്ന്. എന്നിട്ടെന്താ അമ്മ അക്കാര്യം എന്നോട് പറയാതിരുന്നേ? സന്ദീപ് കോപിഷ്ഠനായി. അച്ഛൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ അവളെ വിളിക്കരുതെന്ന്? ഇത് ഭയങ്കര ചതിയായിപ്പോയി. ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞേൽപ്പിച്ചാൽ അത് പാലിക്കണ്ടേ? പാലിക്കേണ്ട ബാധ്യതയൊന്നും നമുക്കില്ല. അച്ഛൻ ചിലപ്പോൾ അവർക്കെതിരെ കേസ് കൊടുത്തേനെ. അഡോപ്റ്റ് ചെയ്ത കുഞ്ഞിന് തിരിച്ചറിവാകുമ്പോൾ ആ വിവരം അറിയിക്കണമെന്നാ നിയമം. അതവരറിയിച്ചോട്ടെ, നമ്മളാണോ ചെയ്യേണ്ടത്? അതിനിപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ അവൾ ചെന്ന് അച്ഛനോടും അമ്മയോടും ചോദിക്കും അവൾ ശരിക്കും അവരുടെ മകളാണോ എന്ന്. അല്ലെന്നറിഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് ഭയങ്കര ഷോക്കാവില്ലേ അമ്മേ? ഇതൊന്നും നമ്മുടെ കുറ്റമല്ല സന്തു, അവരുടെ തന്നെയാ. അവർ വേണ്ട പോലെ നിയമം അനുസരിച്ചില്ല. അത് വിടമ്മേ, ഞാൻ അല്ലിയുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇതറിഞ്ഞു കഴിയുമ്പോൾ അവൾ എന്ത് ചെയ്യും? എനിക്കത് ഓർത്തിട്ട് ഉണ്ടായിരുന്ന സമാധാനം കൂടി പോയി. സന്ദീപ് പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു. മുറിയിലെത്തി വാതിലടച്ചു. ഛേ ഛേ എന്ന ആത്മകഥ നടത്തി സ്വയം കുറ്റപ്പെടുത്തി തല ചികഞ്ഞുകൊണ്ട് അവൻ അങ്ങിങ്ങ് ഉഴറി നടന്നു. തൻ്റെ നാവിൽ നിന്നും അത് വീണുപോയല്ലോ എന്ന് അവൻ പശ്ചാത്തപിച്ചു. എന്തായിരിക്കും ഇപ്പോൾ അല്ലിമയുടെ അവസ്ഥ? അവൾ അച്ഛനോടും അമ്മയോടും ചെന്ന് ചോദിക്കുമോ? അത് ശരിയാണെന്ന് അവർ സമ്മതിച്ചു കൊടുക്കുമോ? അത് തീർച്ചപ്പെടുന്ന നിമിഷം അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവളെ ആശ്വസിപ്പിക്കാൻ അവർക്ക് കഴിയുമോ? എല്ലാത്തിനും തുടക്കമിട്ടത് താനാണെന്ന ഓർമ്മ അവൻ്റെ മനസ്സിലേക്ക് അസ്ത്രം പോലെ വന്ന് തറഞ്ഞു. ഒരെണ്ണമല്ല, അനേകം അസ്ത്രങ്ങൾ. അലിമയെ കാണാൻ ടെറസിൽ കയറി നിന്നത്, പുഴക്കരയിലെ നടപ്പാതയിൽ അവളെ കാണാൻ വേണ്ടി നടന്നത്, വിവാഹാലോചനയുമായി ബന്ധുക്കളെ അയച്ചത്, പാതാളം സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ അവളെ സഹായിക്കാൻ വേണ്ടി കാത്തുകിടന്നത്, അലിമയെ അവളുടെ ബന്ധുവീട്ടിൽ കൊണ്ടുവിട്ടതും അവരുടെ ആതിഥ്യം സ്വീകരിച്ചതും, പ്രളയത്തിൻ്റെ അഴുക്കും ചെളിയും അടിഞ്ഞ അവളുടെ വീട് വൃത്തിയാക്കാൻ ചെന്നതും, വീണ്ടും നടത്തിയ വിവാഹാലോചന, അവളുടെ ജാതകത്തിന് വേണ്ടി നടത്തിയ കടുംപിടുത്തം, ഇതെല്ലാം കൂടി ചേർന്നാണ് അവളെ ഇപ്പോഴത്തെ ദുരന്തത്തിലേക്ക് എത്തിച്ചതെന്ന് അവന് മനസ്സിലായി. വേറെ ആരുമല്ല, താൻ തന്നെയാണ് ഉത്തരവാദി. സന്ദീപ് തളർന്ന് കട്ടിലിലേക്കിരുന്നു. താനൊരു കൊടുങ്കാറ്റിൻ്റെ കെട്ടഴിച്ചു വിട്ടു. ശേഷം അനന്തരഫലം കാണാൻ കാത്തിരിക്കുന്ന ഭൂതമാണെന്ന് അവന് തോന്നിപ്പോയി. ഇതിൻ്റെ പേരിൽ ആ കുടുംബത്തിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ ദുഃഖങ്ങൾക്കും അനീതികൾക്കും അസംതൃപ്തികൾക്കും അസമത്വത്തിനും സർവോപരി അല്ലിമ അനുഭവിക്കേണ്ടി വരുന്ന അനാഥത്വത്തിനും ഉത്തരവാദി ഒരാളേയുള്ളൂ. അവൻ്റെ മനസാക്ഷി അവൻ്റെ നേർക്ക് തന്നെ വിരൽ ചൂണ്ടി. നീ തന്നെ. കൈതവന വീട്ടിൽ ജയദേവൻ നമ്പ്യാരുടെ മകൻ സന്ദീപ് കുമാർ നമ്പ്യാർ. ഇനി ഇരിക്കാൻ വയ്യ. അവൻ എഴുന്നേറ്റു. രാജഗോപാൽ ഇത്തിരി നേരം എ സിയിൽ നിന്നുള്ള തണുത്ത വായു അടിക്കുന്നിടത്ത് വന്ന് കുറച്ച് സമയം നിൽക്കും. ആ തണുപ്പടിച്ചാൽ തലയ്ക്കകത്തെ പ്രശ്നങ്ങൾ കൂടി തണുക്കുമെന്നാണ് തോന്നൽ. കുറച്ച് സമയം അവിടെ നിന്നിട്ട് ജനാലയ്ക്കടുത്തേക്ക് നീങ്ങും. ജനാല അടച്ചിട്ടിരിക്കുകയാണ്. ജനാല വിരിയും നിവർത്തിയിട്ടിട്ടുണ്ട്. എന്നാലും പുറത്തേക്ക് നോക്കിയാണ് നിൽപ്പ്. എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചിട്ടല്ല. വേറെ നോക്കാനൊരു സ്ഥലമില്ല. പുകയിൽ ശ്വാസം മുട്ടുമ്പോൾ അല്പം വായി കിട്ടുന്ന വെന്റിലേഷനരികെ വന്ന് നിൽക്കുന്ന പോലെയാണ്. നോക്കിയാൽ കാണുന്നത് മനസ്സിനകത്തെ കാഴ്ചകളാണ്. അല്ലിമയുടെ വിവിധ കാലഘട്ടങ്ങൾ, ശൈശവം, ബാല്യം, കൗമാരം. ഇപ്പോൾ യൗവനത്തിലേക്ക് കാലൂന്നിയിട്ടേ ഉള്ളൂ. അറിവിൻ്റെയും ആഗ്രഹങ്ങളുടെയും വ്യക്തിത്വത്തിൻ്റെയും സ്വഭാവദാർഢ്യത്തിൻ്റെയും വേരുകൾ ആഴത്തിലേക്ക് ഊന്നിപ്പോയ ഈ യൗവനത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും വെച്ച് അവളുടെ ഉണ്മ വെളിപ്പെടുത്താമായിരുന്നു. അതൊരിക്കലും ഇന്നത്തെ പോലെ വേദനാജനകമാകാൻ ഇടയില്ലായിരുന്നു.
വാതിലിൽ ആരുടെയോ പാദസ്പർശം കേട്ട് രാജഗോപാൽ തിരിഞ്ഞു നോക്കി. ലക്ഷ്മിയാണ്. അവളുടെ മുഖത്തെ പരിഭ്രാന്തി. രാജേട്ടാ. ശ്രീലക്ഷ്മി മുറിയിലേക്ക് കയറി വന്നു. രാജഗോപാൽ ഒന്നും ചോദിച്ചില്ല. നോട്ടം മാത്രം മതിയായിരുന്നു 100 ചോദ്യങ്ങൾക്ക് പകരം വയ്ക്കാൻ. വിശു പറഞ്ഞു അവൾ അവരുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നെന്ന്. എന്നിട്ടെന്തായി? അവൻ കേട്ടുവന്നേയുള്ളൂ. എന്താണ് സംസാരിച്ചതെന്നറിയില്ല. വിന്താരയായിരുന്നെങ്കിൽ കാത് കൂർപ്പിച്ച് നിന്നേനെ. സംസാരിച്ചു കഴിഞ്ഞില്ലേ? അറിയില്ല. കുറച്ച് സമയമായെന്ന് അവൻ പറഞ്ഞത്. സന്ദീപ് അവളോട് പറഞ്ഞു കാണുമോ? അറിയില്ലല്ലോ. അവളുടെ റൂമിൽ ചെന്ന് നോക്കിയാലോ? ഞാൻ ഒറ്റയ്ക്കോ? എന്താ, പേടിയാണോ? സത്യമായിട്ടും എനിക്ക് പേടിയാ അവളെ ഫേസ് ചെയ്യാൻ. ശ്രീലക്ഷ്മി തളർന്ന പോലെ കിടക്കയിലേക്കിരുന്നു. രാജഗോപാൽ വീണ്ടും AC-യിൽ നിന്ന് തണുത്ത കാറ്റേൽക്കാനായി ചെന്ന് നിന്നു. അച്ഛാ എന്ന് വിളി കേട്ട് അയാൾ നടുങ്ങിപ്പോയി. തിരിഞ്ഞു നോക്കാതെ, കണ്ണുകളുടെ സഹായമില്ലാതെ അയാൾ കണ്ടു. അലിമ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. ശ്രീലക്ഷ്മി പിടഞ്ഞെഴുന്നേൽക്കുന്നു. ഉമിനീരിറക്കിയിട്ട് രാജഗോപാൽ തിരിഞ്ഞു നോക്കി. എല്ലാം കൃത്യമായിരുന്നു. സങ്കല്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് മാത്രം. അല്ലിമയുടെ മുഖത്തെ വേവലാതി ഒന്നുമില്ല. കട്ടിളയിലേക്ക് തോൾ ചാരി മാറത്ത് കൈകെട്ടി നിൽക്കുകയാണ്. അച്ഛൻ ഹരിപ്പാട്ട് ചെന്നപ്പോൾ സന്ദീപേട്ടൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞോ ഞാൻ അച്ഛൻ്റെ മോളല്ലെന്ന്? നിർദോഷമായ ആ ചോദ്യം ശ്രീലക്ഷ്മിയെ ഞെട്ടിച്ചു. ഇല്ല എന്ന മറുപടി കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലിമ എന്ന് രാജഗോപാലിന് മനസ്സിലായി. വേറെന്തെങ്കിലും പറയുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നേയില്ല. ശ്രീലക്ഷ്മി മെല്ലെ മുഖം തിരിച്ച് ദയനീയമായി ഭർത്താവിനെ നോക്കി. എന്താ അച്ഛാ മിണ്ടാത്തെ? ഞാൻ സന്ദീപേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വന്നിരിക്കുക. സോറി മോളെ, ഞാൻ അങ്ങനെ പറഞ്ഞു. അല്ലിമയുടെ നെറ്റി ചുളിഞ്ഞു. കണ്ണിൽ നീരസം നീന്തി. മുഖത്ത് ചുവപ്പ് രാശി കലർന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് തന്നെയാണല്ലേ? രാജഗോപാൽ മറുപടി ആവർത്തിക്കാൻ മടിച്ചു നിന്നു. അമ്മയും കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നോ? അല്ലിമ ശ്രീലക്ഷ്മിയെ രൂക്ഷമായി നോക്കി. ശ്രീലക്ഷ്മി നിഷേധിക്കാൻ ഒരുമ്പിട്ടില്ല. ഊവെന്ന് പതിയെ തലകുലുക്കി കുറ്റസമ്മതം വെളിപ്പെടുത്തി. എനിക്കറിയാം. അച്ഛനും അമ്മയ്ക്കും ആദ്യം മുതലേ സന്ദീപേട്ടനെ ഇഷ്ടമല്ല. ആ പ്രപ്പോസലും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ സിവിൽ സർവീസ് വേണ്ടെന്ന് വെച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാനും സന്ദീപേട്ടനും തമ്മിലുള്ള മാരേജ് നടത്താൻ അത്രയ്ക്ക് എതിർപ്പാണെങ്കിൽ അത് പറ്റില്ല. ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് തീർത്തു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ച് സന്ദീപേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചോ? ഒരിക്കലുമില്ല. ഇപ്പോൾ അവളുടെ വാക്കുകളിൽ സങ്കടവും നനവും തട്ടി. ശ്രീലക്ഷ്മിക്ക് രാജഗോപാലിനും പരസ്പരം നോക്കി നിസ്സഹായരാകാനേ കഴിയുമായിരുന്നുള്ളൂ. ഇത് വേണ്ടെന്ന് കർശനമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യം തന്നെ പിന്മാറിയേനെ. എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നിട്ടല്ലേ ഞാൻ സെലക്ട് ചെയ്തേ, അല്ലേ? ആ ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. പിന്നെ എന്തിനാണച്ചാ അവരോട് അങ്ങനെ ഒരു കള്ളത്തരം പറയാൻ പോയത്? ഇപ്പോൾ അവരുടെ മുന്നിൽ അച്ഛൻ ചെറുതായില്ലേ? സന്ദീപേട്ടൻ്റെ മുന്നിൽ എൻ്റെ വില പോയില്ലേ? 2 പേരും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ വാതിൽ വിട്ട് അകത്തേക്ക് കയറി. മാരേജ് നടക്കൂ നടക്കാതിരിക്കൂ അത് രണ്ടാമത്തെ കാര്യം. ആത്മാഭിമാനമാണ് ഒരാളുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. രാജഗോപാൽ ചകിതനായി അല്ലിമയെ നോക്കി. അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞു. എനിക്കെൻ്റെ അഭിമാനം വീണ്ടെടുക്കണം. അച്ഛൻ അവരോട് പറഞ്ഞത് തിരുത്തണം. കല്യാണം അവർ വേണ്ടെന്ന് വെച്ചോട്ടെ, സാരമില്ല. AC-യിൽ നിന്ന് ചൂടുകാറ്റാണ് വരുന്നതെന്ന് രാജഗോപാൽ വിചാരിച്ചു. എന്താണ് പറയേണ്ടത്? ഏതു വാതിലിൽ കൂടിയാണ് അപ്രത്യക്ഷനാകേണ്ടത്? നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാത്തതെന്താ? എന്തെങ്കിലും ഒന്ന് പറ. സന്ദീപേട്ടനെ അവിടെ നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് മറുപടി കൊടുക്കണ്ടേ? രാജഗോപാൽ അല്ലിമയെ നോക്കി. ശ്രീലക്ഷ്മി അയാളുടെ നേർക്ക് അരുതെന്ന് തലയാട്ടി കാണിച്ചു. ഒന്നും പറയാനില്ലേ അച്ഛാ? അതോ അച്ഛൻ അവരോട് പറഞ്ഞത് ശരിയാണോ? എന്നെ തെരുവീന്ന് പെറുക്കിയെടുത്തതാണോ? ഞാൻ നിങ്ങളുടെ മോളല്ലേ? നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത അനാഥ പെൺകുട്ടിയാണോ ഞാൻ? ഇനി ഒരു തലമുടി നാര് മാത്രമേ ഉള്ളൂ മുറിയാൻ. രാജഗോപാൽ ശ്വാസമെടുത്തു. ഞാൻ സന്ദീപിൻ്റെ അച്ഛനോട് സത്യമാണ് പറഞ്ഞത്. അതിന് തിരുത്താൻ പറ്റില്ല. രാജഗോപാൽ തന്നാലാവും വിധം ഉറപ്പിച്ചു പറഞ്ഞു. അല്ലിമയുടെ മുഖത്തെ അന്താളിപ്പ് പ്രകടമായിരുന്നു. കണ്ണുകൾ തുറച്ച് വായ അല്പം തുറന്ന് അതങ്ങനെ തന്നെയിരുന്നു. അച്ഛനിൽ നിന്ന് കണ്ണെടുത്ത് അവൾ അമ്മയെ നോക്കി. ശ്രീലക്ഷ്മി കുറ്റവാളികളെപ്പോലെ മുഖം താഴ്ത്തി. അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. അല്ലിമയുടെ ഒച്ച പതറി. മോളെ, പശ്ചാത്താപ വിവശനായി രാജഗോപാൽ വിളിച്ചു. ഇത് നിന്നോടൊരിക്കലും പറയേണ്ടി വരില്ലേന്നാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചത്. ഞങ്ങളുടെ മരണം വരെ നീ ഇത് അറിയരുതെന്ന്.
അല്ലിമ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. എനിക്ക് മനസ്സിലായില്ല അച്ഛാ, പ്ലീസ് ഒന്ന് തെളിച്ചു പറ. മോളെ, നിന്നേക്കാൾ വിഷമം ഞങ്ങൾക്കുണ്ട്, അത് നീ മനസ്സിലാക്കണം. നീ ചോദിക്കുമ്പോൾ സത്യം പറയാതിരിക്കാൻ വയ്യ. നിന്നെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തതാണ് 21 വർഷം മുമ്പ്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും... അല്ലിമ അതിഭയങ്കരമായ ഒരു നടുക്കമേറ്റ് നിൽക്കുകയായിരുന്നു. മുന്നിൽ നിൽക്കുന്ന 2 മനുഷ്യരൂപങ്ങളെയും അപരിചിതരെ എന്ന പോലെ അവൾ തുറച്ചു നോക്കി. വിസമ്മതാർത്ഥത്തിൽ തലയാട്ടി. ഒരു ചുവട് പിന്നോട്ട് വെച്ചു. വീണ്ടും തലയാട്ടി. മോളെ, രാജഗോപാൽ ആത്മവേദനയുടെ വിങ്ങലോടെ വിളിച്ചു. അല്ലിമ ഒരു ചുവടും കൂടി പിന്നോട്ട് വെച്ചു. പിന്നെ പെട്ടെന്ന് തിരിഞ്ഞ് മുറിയിൽ നിന്നിറങ്ങി ഓടി. ഭൂതത്തെ കുടത്തിൽ നിന്ന് തുറന്നു വിട്ടു കഴിഞ്ഞു. അതാദ്യം ഒരു കൊടുങ്കാറ്റായി വീശിക്കൊണ്ട് മുറി വിട്ടുപോയി. ഇനി എന്തൊക്കെ ദുരന്തങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിശ്ചയമില്ല. ഇനി അതൊരു കാട്ടുതീയായി ഈ കുടുംബത്തിൽ കളിയാടിയിരുന്ന ശാന്തിയും സമാധാനവും മുഴുവൻ എരിച്ചു കളഞ്ഞേക്കാം. ഒരു പ്രളയമായി വന്ന് ഈ കുടുംബത്തിൻ്റെ അസ്ഥിവാരം കൂടി ഇളക്കി അതിനെ നിലം പതിപ്പിച്ചേക്കാം. രാജഗോപാലിൻ്റെ മനസ്സിൽ നാനാതരം ഭീതികൾ വ്യാപിക്കുകയും അയാളുടെ സ്ഥലകാല ബോധം കൂടി നഷ്ടപ്പെടുത്തുകയും ചെയ്തു. രാജേട്ടാ, ശ്രീലക്ഷ്മി ഭഗ്നാശിയായി വിളിച്ചു. രാജഗോപാൽ ഭാര്യയെ കൺമിഴിച്ചു നോക്കി. ഇപ്പോഴാണ് താൻ വീട്ടിനുള്ളിലാണെന്ന് അയാൾക്ക് ബോധ്യം വന്നത്. ഇതുവരെ ചുഴലിക്കാറ്റിൽപ്പെട്ട കച്ചിത്തുരുമ്പ് പോലെ എവിടേക്കോ പറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീലക്ഷ്മി ചകിതയായി ഭർത്താവിനെ നോക്കി നിൽക്കുകയാണ്. ഇനി എന്ത് എന്ന് അവർക്കറിഞ്ഞുകൂടാ. അതൊരു വലിയ ചോദ്യമാണ്. അതിനുത്തരം കണ്ടെത്താതെ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ വയ്യ, ശ്വാസമെടുക്കാൻ വയ്യ. ഇനി എന്താണ്? നമ്മുടെ കൈവിട്ടു പോയല്ലോ എല്ലാം. ശ്രീലക്ഷ്മിക്ക് കരച്ചിൽ വന്നു. ഊവെന്ന് രാജഗോപാൽ തലയാട്ടി. രാജേട്ടനത് പറയണ്ടായിരുന്നു. ഞാൻ പിന്നെന്തു പറയണം? അവളോട് കള്ളത്തരം പറയണമായിരുന്നോ? ഇതല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാമായിരുന്നു. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ പറ്റുമോ ലക്ഷ്മി? അവൾ ബുദ്ധിയുള്ളവളല്ലേ? ഇതിങ്ങനെ കലാശിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. നമ്മൾ ഹരിപ്പാട്ട് പോയ ദിവസം ഞാനിത് തന്നെയാണ് മനസ്സിൽ കണ്ടത്. നമുക്കവിടെ പോകണ്ടായിരുന്നു അല്ലേ ലക്ഷ്മി? പോകാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അവർ ജാതകത്തിന് നിർബന്ധം പിടിച്ചതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്. നമുക്ക് അവരോട് കള്ളം പറയാൻ പറ്റിയില്ല. അല്ലിമോളോടും നമുക്ക് കള്ളം പറയാൻ വയ്യ. ഇതൊരു വിധിയാണെന്ന് കരുതിയാൽ മതി. രാജേട്ടാ, നമ്മുടെ കാര്യം പോട്ടെ, പക്ഷെ അല്ലിമോൾ, അവൾക്കിത് താങ്ങാൻ പറ്റും. നമ്മൾ അവളോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല ലക്ഷ്മി. ആരോടും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, വഞ്ചന കാണിച്ചിട്ടില്ല. ഈശ്വര, എനിക്ക് വയ്യ. കഴുത്തിന് താഴെ കൈപ്പടം അമർത്തിക്കൊണ്ട് ശ്രീലക്ഷ്മി മുറിയിൽ നിന്നിറങ്ങിപ്പോയി. രാജഗോപാൽ നടക്കാൻ തുടങ്ങി. മുന്നിലുള്ള പാത അതിദീർഘമാണെന്ന് അയാൾക്ക് തോന്നി. ഇതുവരെ സുഗമമായിരുന്ന യാത്ര ഇനി ദുർഘടമാണ്. ശ്രീലക്ഷ്മി അല്ലിമയെ തേടി അവളുടെ റൂമിൻ്റെ വാതിൽക്കലെത്തി. അത് അടച്ചിട്ടിരിക്കുകയാണ്. തള്ളി നോക്കിയപ്പോൾ മനസ്സിലായി അകത്തുനിന്ന് ബന്ധിച്ചിട്ടുണ്ട്. വിന്ദാര അമ്മയുടെ സമീപം വന്നു. എന്താമ്മേ പ്രശ്നം? അവൾ കൊടുങ്കാറ്റ് മാതിരി പാഞ്ഞു പോണ കണ്ടല്ലോ. ഞാൻ നോക്കുമ്പോഴേക്ക് വാതിലടച്ച് ബോൾട്ടിട്ടു. മോളെ, അല്ലിമോളെ. ശ്രീലക്ഷ്മി വാതിലിൽ തട്ടി വിളിച്ചു. അകത്തുനിന്ന് പ്രതികരണമില്ല. വഴക്കിട്ട് പോന്നതാണോ? എന്നാ പിന്നെ നോക്കണ്ട, വിന്ദാര പറഞ്ഞു. മോളെ, വാതിൽ തുറക്ക്. ശ്രീലക്ഷ്മി വീണ്ടും തട്ടി വിളിച്ചു. നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ശ്രീലക്ഷ്മിക്ക് ഭയമായി. മോളെ. അവൾ വീണ്ടും ഒച്ചയെടുത്ത് വിളിക്കുകയും വാതിൽ കുറേ കൂടി ശക്തിയായി മുട്ടുകയും ചെയ്തു. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അവൾക്ക് തോന്നുമ്പോൾ തുറക്കട്ടെ. വിന്ദാര നീരസപ്പെട്ടു. നിനക്കൊന്നും പഠിക്കാനില്ലേ? ഈ ചോദ്യം എപ്പോഴും നാവിൻ തുമ്പത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. LKG മുതൽ കേൾക്കുന്നതാ. പിറുപിറുത്തുകൊണ്ട് വിന്ദാര പോയി. ശ്രീലക്ഷ്മി അല്പസമയം കൂടി വാതിൽക്കൽ കാത്തു നിന്നു. ആധി പെരുകിയിട്ട് അവൾ രാജഗോപാലിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോന്നു. രാജേട്ടാ, അവൾ വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുക. എത്ര വിളിച്ചിട്ടും തുറക്കുന്നില്ല. നീ അവളെ ശല്യപ്പെടുത്താൻ പോകണ്ട. കരച്ചിലിൻ്റെ ഒച്ച പോലുമില്ല രാജേട്ടാ. അല്ലിമോള് വല്ല കടുങ്കയും ചെയ്യുമോന്നാ പേടി. അങ്ങനെ പേടിക്കണ്ട. അവൾ അത്രയ്ക്ക് കഥയില്ലാത്തവളൊന്നുമല്ല. എന്തെങ്കിലും കേട്ട ഉടനെ പോയി. രാജഗോപാൽ പൂർത്തിയാക്കാതെ നിർത്തി. അയാൾക്കൊരു ഉൾഭയമുണ്ടായി. പെൺകുട്ടിയാണ്. ഒരു നിമിഷത്തെ മനോദൈർബല്യം മതി. മനസ്സുറച്ചിട്ടില്ല. ഉറച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു പ്രണയത്തിൽ പോലും വീണു പോകില്ലായിരുന്നു. ആ പതർച്ച ഏതാനും നിമിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ല, നീ പേടിക്കണ്ട. അവളെ വിട്ടേക്ക്, ശല്യപ്പെടുത്തരുത്, അയാൾ ശ്രീലക്ഷ്മിയോട് തർപ്പിച്ചു പറഞ്ഞു.
ഒന്നും തോന്നിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ഒട്ടൊരു ആത്മകഥമായും ബാക്കി ഈശ്വരനോടായും മന്ത്രിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി വീണ്ടും മുറി വിട്ടിറങ്ങി. കിച്ചണിൽ കുറച്ച് ജോലിയുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിക്ക് ഒന്നിനും ഒരു ഏകാഗ്രത കിട്ടിയില്ല. ഗ്ലാസ് കഴുകുന്നതിനിടയിൽ കയ്യിൽ നിന്ന് വഴുതി സിങ്കിലിരുന്ന മറ്റൊരു ഗ്ലാസ്സിന് മീതെ വീണ് രണ്ടും ഉടഞ്ഞു. പച്ചക്കറി മുറിച്ചപ്പോൾ കൈ മുറിഞ്ഞു. അടുപ്പിൽ വെച്ച എണ്ണ അവിടിരുന്ന് തിളച്ച് കരിമ്പുക പൊങ്ങി. അമ്മയ്ക്ക് എന്തു പറ്റി? വിന്ദാര വാതിൽക്കൽ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. എന്താ? ശ്രീലക്ഷ്മി അവളെ തുറച്ചു നോക്കി. എന്താണെന്നാ ഞാനും ചോദിക്കുന്നേ? ഒരു കൈ സഹായിക്കാൻ പറഞ്ഞ ഓടിക്കളയുന്നവളാ വിവരമന്വേഷിക്കാൻ വന്നേക്കുന്നേ. ശ്രീലക്ഷ്മി രോഷം കൊണ്ടു. എന്തിനാ അമ്മ ദേഷ്യപ്പെടുന്നേ? അമ്മ ഇങ്ങനെ ഓർമ്മയില്ലാത്ത പോലെ ഓരോന്ന് ചെയ്യുന്ന കണ്ടിട്ടല്ലേ ചോദിച്ചേ? കിളി പറന്നു എന്ന് കേട്ടിട്ടേ ഉള്ളൂ, അതുപോലെയാ. എവിടാന്ന് പോലും നിശ്ചയമില്ലാത്ത മാതിരി അന്തം വിട്ട് പോ എൻ്റെ മുന്നീന്ന്. ശ്രീലക്ഷ്മി കയർത്തു. ഞാൻ ദാ പോയി. വിന്ദാര സ്ഥലം വിട്ടു. അവൾ രാജഗോപാൽ നിൽക്കുന്നിടത്തേക്ക് ചെന്നു. വാതിൽ തുറന്നു കിടക്കുകയാണ്. അച്ഛൻ ജനാലയ്ക്കടുത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. ജനാല അടഞ്ഞിട്ടാണ്. അച്ഛൻ വേറെവിടെയോ ആണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തൊണ്ട ചിനക്കി ചെറുതായി ചുമച്ചു. രാജഗോപാൽ അതൊന്നും കേൾക്കുന്നില്ല. വിന്ദാര അച്ഛൻ്റെ അരികിലേക്ക് ചെന്നു. ഇതെന്ത് പറ്റി? അമ്മയും കറണ്ട് അടിച്ച് റിലേ പോയ മാതിരിയാണല്ലോ. ഞാൻ ചില കാര്യങ്ങൾ ആലോചിക്കുക, ഡിസ്റ്റർബ് ചെയ്യല്ലേ. അമ്മയ്ക്ക് എന്ത് പറ്റിയതാ അച്ഛാ? അവൾക്ക് എന്ത് പറ്റി? ഈ റൂമിൽ നിന്നല്ലേ പോയത്? ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ. സത്യം പറ അച്ഛാ, ഹരിപ്പാട്ടുകാരുമായിട്ട് പിണങ്ങിയോ? സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് ചോദ്യം. എന്തിനാ പിണങ്ങുന്നേ? കല്യാണാലോചന അലസിപ്പോയി അല്ലേ? അവർക്ക് ചില ഡിമാൻഡ്സ്, നമുക്കത് അംഗീകരിക്കാൻ വയ്യ. അല്ലാതെ അടി വയ്ക്കുകയോ പിണങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചേച്ചിയും സന്ദീപേട്ടനും തമ്മിൽ സംസാരിച്ച് ഇഷ്ടക്കേടായിട്ടുണ്ടെന്ന് തോന്നുന്നു. രാവിലെ മുതൽ ചേച്ചി മൂഡൌട്ടാ. രാത്രിയായപ്പോഴേക്കും ഇത്തിരി വയലൻ്റ് ആയിരിക്കുന്നത് പോലെ തോന്നി. സന്ദീപേട്ടനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്ന് വിശ്വേട്ടൻ പറഞ്ഞു. നിനക്ക് എന്തൊക്കെ അറിയണം? നിന്റെ കാര്യം നോക്കിയാൽ പോരെ? രാജഗോപാൽ ശാസിച്ചു. സംതിങ് റോങ് ഉണ്ട്. എന്തായാലും പിറുപിറുത്തുകൊണ്ട് വിന്ദാര പിൻവാങ്ങി. ശ്രീലക്ഷ്മി വല്ലവിധേനയും അത്താഴം ശരിയാക്കി വെച്ചിട്ട് എല്ലാവരെയും വിളിച്ചു. രാജഗോപാൽ ഡൈനിങ്ങിലെത്തിയപ്പോൾ അല്ലിമയൊഴികെ ബാക്കി എല്ലാവരും ഉണ്ട്. അല്ലിമോളെ വിളിച്ചിട്ട് ഒരു മറുപടിയുമില്ല. ശ്രീലക്ഷ്മി വേവലാതിയോടെ പറഞ്ഞു. രാജഗോപാൽ അല്ലിമയുടെ ഒഴിഞ്ഞ കസേരയിലേക്ക് നോക്കി അല്പനേരം സംശയിച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, നിർബന്ധിച്ച് വിളിക്കണ്ട. രാജഗോപാൽ കഴിക്കാനിരുന്നു. ഞാൻ വേണമെങ്കിൽ പോയി വിളിക്കാം. ചേച്ചി ഇങ്ങനെ പിണങ്ങിയിരിക്കാറില്ലല്ലോ. വിശാഖ അച്ഛനെയും അമ്മയെയും മാറി മാറി നോക്കി. രണ്ടുപേരിൽ നിന്നും അനുകൂല പ്രതികരണം ഉണ്ടായില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? വിശാഖ ആരോടെന്നില്ലാതെ ചോദിച്ചു. ഇന്നലെ മുതൽ ഇവിടെ ആരുടെയും മുഖത്ത് തെളിച്ചമില്ലല്ലോ. അച്ഛനും അമ്മയും ഞങ്ങളോട് സംസാരിക്കുന്നു പോലുമില്ല. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? നമ്മളൊന്നും ചെയ്തിട്ടല്ല, വിന്ദാര പറഞ്ഞു. ചേച്ചിയുടെ കല്യാണാലോചന തല്ലിപ്പിരിഞ്ഞു. അച്ഛനും അമ്മയും ഹരിപ്പാട്ട് പോയി വന്നപ്പോൾ മുതൽ തുടങ്ങിയതാ ഇത്. അതിന് ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമുണ്ടോ? വിശാഖ ചോദിച്ചു. അത് നന്നായെന്ന് വിചാരിച്ചാൽ പോരെ? ചേച്ചിക്ക് ഇനി സിവിൽ സർവീസ് എഴുതുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാലോ. കല്യാണം മുടങ്ങിയതല്ലല്ലോ പ്രശ്നം. പ്രേമം പൊളിഞ്ഞില്ലേ? ജാതകം കിട്ടില്ല എന്ന് പറഞ്ഞ് കല്യാണവും പ്രേമവും വേണ്ടെന്ന് വെച്ചവനെ ഓടിച്ചിട്ട് കവളം മടലിന് അടിക്കണം. അങ്ങനെ നട്ടലില്ലാത്ത ഒരുത്തനെ കല്യാണം കഴിക്കാതിരിക്കുന്നതല്ലേ ഭേദം. വിശാഖ അമർഷം പൂണ്ടു. അടുത്ത ഭാഗം നാളെ.